ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് വെറൈറ്റിക്ക് ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയാലോ. സോ ഞാനൊരു ലബൂബ് തീമിലാണ് ഉണ്ടാക്കുന്നത്, പിങ്ക് കളർ. അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിനെ പകുതിയാക്കി മടക്കിയിട്ടാണ് മെയിൻ പൗച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പേപ്പർ കോപ്പി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് ഞാൻ എല്ലാ സമയത്തും ട്രേസ് എടുക്കാറ്. ഭയങ്കര അടിപൊളിയാണ്. സോ ഞാൻ ഈ ഒരു പിങ്ക് ലബൂബിനെ ട്രേസ് എടുത്തിട്ട് വരാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ലബൂബിന് മുകളിൽ എഴുതിയിട്ടുള്ളതും ട്രേസ് എടുത്തിട്ട് വരാം. അപ്പോൾ എനിക്ക് എഴുതാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ട്രേസ് എടുക്കുന്നത്. നിങ്ങൾക്ക് എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിൽ അത് എഴുതാം. പിന്നെ അതിൻ്റെ താഴെ ബ്ലൈൻഡ് ബാഗിനും കൂടെ എഴുതി വെക്കണം, ഞാൻ മറന്നുപോയി. സോ അതിനെ കളറടിച്ചിട്ട് വരാം. ഈ ഒരു ലബൂബായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്മൈലി ഒന്നും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു തീമിനത് ചേരില്ല, അതുകൊണ്ട് ഞാൻ സ്മൈലീസൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഞാൻ സ്റ്റാപ്പിളാണ് ചെയ്തിട്ടുള്ളത്, കാരണം ഞാൻ ഒരു ASMR വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. സോ കത്രിക എടുത്തൊക്കെ മുറിക്കണ്ടേ, അതിനെ കട്ട് ചെയ്ത് ആ സ്റ്റാപ്പിൾ ഒന്ന് ഊരിയാൽ പോരെ. ഞാൻ ഡയറിയിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3 സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ സ്ക്വിഷി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 എണ്ണം ആണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ലബൂബിൽ ഞാൻ സ്കെച്ച് വെച്ച് ചുമ്മാ ഇങ്ങനെ ഡോട്ട് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചർ. പിന്നെ ഒരു ഗ്ലിറ്റർ പെൻ വെച്ചിട്ട് ആ ലബൂബിന്ന് എഴുതിയിരിക്കണമെന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. സോ 2 സൈഡും നമുക്ക് ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ ഞാനത് ടേപ്പ് ഒട്ടിച്ച് കാണിക്കാം. സോ ഞാൻ ഇതിനകത്ത് സ്റ്റഫ് ചെയ്യുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പറല്ലേ, ആ വെജിറ്റബിൾസൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവർ, അതാണ്. കാരണം മിക്കവരുടെയിലും ആ സ്റ്റഫിങ്സ് കാണണമെന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഓൾട്ടർനേറ്റായിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഫിങ്സ് ഉണ്ടെങ്കിൽ എടുക്കാം. പില്ലോ സ്റ്റഫിങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എടുത്താലും മതി. അപ്പോൾ ഞാനതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് കവർ വെച്ച് കാണിക്കുന്നു. അതും നമ്മൾ പില്ലോ സ്റ്റഫിങ്സ് നിറയ്ക്കുന്ന പോലൊക്കെ തന്നെയാണ് ഒരു എഫക്റ്റ്. സോ 2 എണ്ണം കൊണ്ട് ചെയ്തിട്ട് വരാം. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് കേൾക്കുന്നത്. അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഒക്കെ രസം ഉണ്ടാവില്ല. കട്ട് ചെയ്തിട്ട് ഒരു പാർട്ടായിട്ട് നമ്മൾ കയറ്റുന്നതായിരിക്കും നല്ലത്. ഞാനിങ്ങനെ 2 പാർട്ടായിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ടേപ്പ് ഒട്ടിക്കുമ്പോൾ നല്ല പോലെ ടേപ്പ് ഒട്ടിക്കാനുള്ളത് ഊരി വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ടേപ്പ് ഒട്ടിച്ചിട്ട് വരാം. ഇതുപോലെ ഉണ്ടാവും. ഇതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ ASMR വീഡിയോയിൽ കാണിക്കാം. അടുത്തതെങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. സോ ഇനി അടുത്തത് ഞാൻ പെൻസിലിൻ്റെ മേളിലൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവമാണ്. എനിക്ക് കാർഡ്ബോർഡിൽ ട്രേസ് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് വരച്ചാണ്. ലബൂബ് മാറി വേറെ എന്തെങ്കിലും ആയിരുന്നൊരു സംശയം. സോ ഫസ്റ്റ് 2 കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കി 2 കാർഡ്ബോർഡിൽ താഴെ വന്നിട്ട് പെൻസിലിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കും. പിന്നെ ബാക്കിലൊരു കാർഡ്ബോർഡും കൂടെ കട്ട് ചെയ്യണം. ഞാനൊരു വെറൈറ്റിക്ക് എന്താ പറയുക, ഗ്ലിറ്റർ സംഭവം അടിച്ചു കൊടുത്തത്. അടുത്ത ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യു ഗോട്ട് എന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ എഴുതി വെക്കല്, അതായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പിക്കാണെന്ന് തോന്നുന്നു. ലബൂബല്ലേ, അപ്പോൾ എപ്പിക്കായിരിക്കും. ലെജൻഡറി വരില്ല, കോമണും റയറൊന്നും വരില്ല. അപ്പോൾ എപ്പിക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കവറിലാക്കാം. എനിക്ക് ടേപ്പ് എടുത്ത് ഒട്ടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മറ്റേ മെയിൻ പൗച്ചിലിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ്. ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമേ. പിന്നെ ഞാൻ ഈ എപ്പിക് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പേപ്പറിൽ എഴുതിയില്ല. അതിന് ശേഷമാണ് ഞാൻ സാധനം എഴുതിയത്. അപ്പോൾ നമ്മൾ സ്പെഷീസ്, പിന്നെ ആ പെൻസിലിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു സംഭവം, പിന്നെ ഞാൻ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. സോ എങ്ങനെയാണെന്ന് പറയാൻ മറക്കാതെ ഇനിയും ഇതുപോലത്തെ ബ്ലൈൻഡ് ബാഗ് ഗെയിംസ്